Hi friends, reshzideas മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ബ്രെഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് reshzideas വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങും DIYയും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് ഇനി മിസ് ആവാണ്ടിരിക്കുന്ന കുഞ്ഞു ബെൽ ഐക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So, നമ്മുടെ മസാല ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡ്, നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് അല്ല ഇപ്പം ബ്രൗൺ നമ്മുടെ വീറ്റ് ബ്രെഡോ എന്ത് വേണോ യൂസ് ചെയ്യാം. സോ 5 ബ്രെഡ് എടുത്തിട്ട് ഞാനപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ഇതിനെ കരിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ടോസ്റ്റ് ചെയ്യാണ്ട് ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബ്രെഡ് അങ്ങ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ആവശ്യത്തിന് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ടോസ്റ്റ് ചെയ്തെടുക്കുക. 5 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിക്കുക. തീരെ ചെറിയ പീസസ് ആക്കരുത്. ഈ ഒരു സൈസിൽ എല്ലാ ബ്രെഡും ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാല ബ്രെഡിൻ്റെ മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അതുപോലെ കുറച്ച് ഉഴുന്നും പരിപ്പ്, നമ്മൾ തോരനൊക്കെ ഇടത്തില്ല, അതുപോലെ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതോ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയതോ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്, വെളുത്തുള്ളിയുടെ ചതച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കരിവേപ്പില ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ലാസ്റ്റായിട്ട് നമ്മളിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുക. നമുക്ക് എത്ര ഉപ്പാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ആഡ് ചെയ്യുക. നമ്മൾ ഈ ഫുൾ ഇതിൽ നമ്മൾ പിന്നെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ, സവോള ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം വഴണ്ട് വന്നു. ഇതിലോട്ട് 2 നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു എരിവ് ഇതിൽ വരും. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു ചെറിയ ടൊമാറ്റോ, നല്ല പഴുത്തിയ ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് അടച്ചു വെച്ചൊന്ന് വേവിച്ചു. ഇനി ഇതിലോട്ട് ഞാനൊരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുവാണ്. 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം അങ്ങ് വറ്റി പോകരുത്, എന്നാലും കുറച്ച് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചു. ഈ ഒരു വെള്ളം, ഇത്രയും ഒരു വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ അത് തുറക്കുക. അതിനുശേഷം ഇനി നമ്മളിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുകയാണ്. ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരും. നിങ്ങൾക്ക് സോസ് ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം സോസിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഇത് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബ്രെഡ് പീസസ് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബ്രെഡ് പീസസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം കൂടെ കുഴഞ്ഞു പോവും. നമ്മൾ ഓൾറെഡി ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡാണല്ലോ. അത് മിക്സ് ചെയ്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബ്രെഡ് കൊണ്ടൊരു ഈസി സ്നാക്സ് റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡിലിടാം, ചെക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈസി ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പം ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു മടി പിടിച്ച ഡേയിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.
സോ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതിൽ റൈത്തയുടെ കൂടെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ റൈത്തയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാവാണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.